നമസ്കാരം, സുധീസ് കുക്ക്ഹൗസിലേക്ക് സ്വാഗതം. ഒരു നാടൻ ചിക്കൻ പൊറോട്ട എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് 2 കിലോ ചിക്കൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി കറിക്കൊക്കെ പറ്റുന്ന പരുവത്തിലുള്ള കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ്റെ നെയ്യും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് നെയ്യും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് പാതിയാകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. എനിക്ക് 1 വിസിലിനും മുന്നേ എടുത്തപ്പോൾ തന്നെ ചിക്കൻ പാതി വെന്തിട്ടുണ്ടായിരുന്നു. 1 വിസിൽ കൂടുതലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഒരുപാട് വെന്തിട്ട് എല്ലിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ പുരട്ടിയെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കുക്കറിൻ്റെ പ്രഷർ മാറ്റി നമ്മളൊന്ന് ചിക്കൻ ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ പകുതി വെന്തിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് ചിക്കനും അതിൻ്റെ സ്റ്റോക്കും നമ്മൾ മാറ്റി എടുക്കണം. അതായത് സ്റ്റോക്ക് കളയാതെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ചിക്കൻ മാത്രമായിട്ട് വേറെ എടുത്ത് വയ്ക്കണം. സ്റ്റോക്ക് നമുക്ക് പുരട്ടുന്ന സമയത്ത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പുരട്ടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക. എണ്ണയൊന്ന് നല്ലതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം നമ്മൾ ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം കൂടെ ചേർത്തതിന് ശേഷം ഒരു 7-8 ഗ്രാമ്പൂ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പെരിഞ്ജീരകവും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിലേക്ക് 2-3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 7-8 പച്ചമുളക്, നല്ല ഉണ്ടമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 10-15 മുളകൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല എരിവ് വേണം എന്നുള്ളവർ ഇതൊരു മീഡിയം എരിവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു 1/4 കിലോ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ചെറിയ ഉള്ളി ഇല്ലെന്നുള്ളവർക്ക് സവാള ഉപയോഗിക്കാം, എന്നാലും ചെറിയ ഉള്ളിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വഴറ്റുന്ന സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ നല്ലതായിട്ട് ഉപ്പുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ചിക്കൻ മസാലയാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന പോലെ തന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വയ്ക്കുക. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ട് വീണ്ടും തക്കാളി ഒന്ന് ഇളക്കി അതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു തവണ കൂടി നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കണം. ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി നല്ലതായിട്ട് വഴണ്ട് അതിൻ്റെ മസാലയുടെ കൂട്ടത്തിലൊക്കെ നല്ലതായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റും കിട്ടും. അപ്പം തക്കാളിയും കൂടി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ സ്റ്റോക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ സ്റ്റോക്കിൽ നല്ല ചിക്കൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ചിക്കനോട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ച് അടച്ചിട്ട് ഈ ചിക്കനിലെ ഈ സ്റ്റോക്ക് മുഴുവൻ നല്ലതായിട്ട് പറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ അടപ്പ് അടച്ചു വയ്ക്കുക. നമ്മുടെ ചിക്കൻ പകുതി വെന്തതാണ്. ഇപ്പം ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ബാക്കിയും കൂടെ വെന്ത് കിട്ടും. ഇടയ്ക്ക് നമ്മളൊന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെ ഏകദേശം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്കൊക്കെ പറ്റാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക.
ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എരിവ് കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് വറ്റൽമുളക് ചതച്ചതോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു മീഡിയം എരിവിലുള്ള ചിക്കൻ പെരട്ടാണ്. അപ്പം നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.